Dear friends, welcome back to Income Tax Lectures. Today we will discuss a practical question regarding gratuity. ഗ്രാറ്റുവിറ്റിയുടെ ടാക്സബിൾ എമൗണ്ട് അല്ലെങ്കിൽ എക്സംപ്റ്റഡ് എമൗണ്ട് കാണുന്ന ഒരു ക്വസ്റ്റ്യനാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നോക്കാം. After serving 31 years and 9 months in a factory, Mr. Kutti, who is covered under the Payment of Gratuity Act 1972, retires from service on 30th September 2019. The employer pays him a gratuity of Rs 4,25,000. His monthly basic salary at the time of retirement was Rs 14,200. Dearness allowance Rs 1,400. House rent allowance Rs 2,600. Okay, you are required to calculate the amount of gratuity exempted or taxable portion of gratuity. Okay, ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതെങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കാം. ആദ്യമായിട്ട് നമ്മൾ നോക്കേണ്ടത് ഇയാൾ ഗവൺമെൻറ് എംപ്ലോയി ആണോ നോൺ ഗവൺമെൻറ് എംപ്ലോയി ആണോ എന്നുള്ളതാണ്. ഇപ്പോൾ ക്വസ്റ്റ്യനിൽ ഗവൺമെൻറ് എംപ്ലോയി എന്ന് പറയാത്തത് കൊണ്ട് നമ്മൾ അസ്യൂം ചെയ്യുന്നു മിസ്റ്റർ കുട്ടി ഈസ് എ നോൺ ഗവൺമെൻറ് എംപ്ലോയി. ഓക്കെ, നോൺ ഗവൺമെൻറ് എംപ്ലോയി ആണെന്ന് മനസ്സിലായാൽ തന്നെ കവേർഡ് അണ്ടർ ദ പേയ്മെൻറ്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് ആണോ അല്ലെങ്കിൽ നോട്ട് കവേർഡ് അണ്ടർ ദ പേയ്മെൻറ്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് ആണോ എന്ന് നോക്കണം. അത് കൃത്യമായിട്ട് ക്വസ്റ്റ്യനിൽ പറയുന്നത് കവേർഡ് അണ്ടർ ദ പേയ്മെൻറ്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് എന്നാണ്. കവേർഡ് അണ്ടർ ദ പേയ്മെൻറ്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട്. അപ്പോൾ ഇയാൾ കവേർഡ് അണ്ടർ ദ പേയ്മെൻറ്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് ആണ്. അപ്പോൾ ഒരു പ്രത്യേക റൂൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ആ റൂൾ അപ്ലൈ ചെയ്യണം കവേർഡ് ആവുമ്പോൾ. ഓക്കെ, റൂൾ എഴുതുന്നതിന് മുമ്പേ നമ്മൾ ഇയാളുടെ സർവീസിൻ്റെ കാലയളവ് നോക്കാം. 31 years and 9 months എന്നാണ് പറഞ്ഞത്. ലെങ്ത് ഓഫ് ഇയേഴ്സ് ഓഫ് സർവീസ് 31 years and 9 months. അങ്ങനെയാകുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് കവേർഡ് ആണെങ്കിൽ ഈ ഒരു അസസി കവേർഡ് അണ്ടർ ദ പേയ്മെൻറ്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് ആണെങ്കിൽ പാർട്ട് ഓഫ് മന്ത്സ് മോർ ദാൻ 6 months വിൽ ബി ടേക്കൺ ആസ് 1 year എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പ്രകാരം 31 years ആൻഡ് 9 months എന്നുള്ളത് 32 years ആയിട്ട് നമുക്കിവിടെ എടുക്കാവുന്നതാണ്. അപ്പോൾ കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ് 32 ആണ്. ഓക്കെ, മനസ്സിലായല്ലോ അതെങ്ങനെയാണ് 32 വന്നത് എന്നുള്ള. 31 ആൻഡ് 9 months 31 years ആൻഡ് 9 months വിൽ ബി ടേക്കൺ ആസ് 32 years. ഓക്കെ, ഇനി നമ്മൾ റൂൾ നോക്കാം. റൂളിംഗ് ഇതായിരുന്നു. 15 days സാലറി, ആക്ച്വൽ എമൗണ്ട് ഓഫ് ഗ്രാറ്റുവിറ്റി റിസീവ്ഡ് Rs 20 lakhs, വിച്ച് എവർ ഈസ് ലെസ്, ദാറ്റ് ഈസ് എക്സംപ്റ്റഡ് എമൗണ്ട്. ക്വസ്റ്റ്യനിൽ പറഞ്ഞതാണ് എക്സംപ്റ്റഡ് എമൗണ്ട്. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം. ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ ചോദിക്കുക ടാക്സബിൾ എമൗണ്ട് എന്നായിരിക്കും, ചിലപ്പോൾ എക്സംപ്റ്റഡ് എമൗണ്ട് എന്നായിരിക്കും ചോദിക്കുക. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എക്സംപ്റ്റഡ് എമൗണ്ട് ആണ്. അപ്പോൾ നമ്മൾ എക്സംപ്റ്റഡ് എമൗണ്ട് കണ്ടുവച്ചാൽ മതി. ടാക്സബിൾ എമൗണ്ട് വേണമെങ്കിൽ കാണുകയും ആവാം. ഓക്കെ, അപ്പോൾ 15 days സാലറി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ 15 days സാലറി എന്ന് പറയുമ്പോൾ അതിൻ്റെ മീനിങ് ലാസ്റ്റ് ഡ്രോൺ സാലറി, ലാസ്റ്റ് മാസത്തെ സാലറി ഡിവൈഡഡ് ബൈ 26 ഇൻറ്റു 15. നേരത്തെ നമ്മൾ പഠിച്ചതാണ്. 26 എന്ന് പറയുന്നത് ഒരു മാസത്തെ മാക്സിമം വർക്കിംഗ് ഡേയ്സ് ആണ്. ഓക്കെ, അപ്പോൾ സൺഡേ ഏതോ ലീവാണല്ലോ, അപ്പോൾ മാക്സിമം വർക്കിംഗ് ഡേയ്സ് ആണ്. അപ്പോൾ ലോജിക്ക് നമ്മൾ നോക്കണ്ട, നമ്മൾ 26 എന്ന് പഠിച്ചാൽ മതി. അപ്പോൾ ലാസ്റ്റ് ഡ്രോൺ സാലറി ഡിവൈഡഡ് ബൈ 26 ഇൻറ്റു 15. അപ്പോൾ ഇവിടെ ലാസ്റ്റ് ഡ്രോൺ സാലറി എന്താണ്? ഹിയർ സാലറി മീൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ റൂളിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അത് നോക്കാം. ഇവിടെ നമ്മൾ ബേസിക് സാലറിയും DAയും മാത്രമാണ് നമ്മൾ സാലറി ആയിട്ട് പെടുത്തുന്നത്. HRA ലഭിക്കുന്നുണ്ടെങ്കിലും HRA ഈ ഒരു പർപ്പസിന് വേണ്ടി സാലറിയിൽ ഉൾപ്പെടുത്തുന്നില്ല. ഓക്കെ, അതുകൊണ്ട് ബേസിക് സാലറി ആയിട്ടുള്ള 14,200 പ്ലസ് DA 1,400. DA ഏത് നിലക്കും ഇവിടെ സാലറിയിൽ ഇൻക്ലൂഡ് ആണ്, കാരണം ഇയാൾ കവേർഡ് ആയതുകൊണ്ട്. നോട്ട് കവേർഡ് ആണെങ്കിൽ നമ്മൾ റൂൾ അവിടെ പറഞ്ഞിരുന്നു. ഇവിടെ DA ഏത് നിലക്കായാലും സാലറിയിൽ പെടും. അതുകൊണ്ട് 1,400 14,200 പ്ലസ് ചെയ്യാം. അപ്പോൾ 15,600 എന്ന് ലഭിക്കും. അതാണ് ലാസ്റ്റ് ഡ്രോൺ സാലറി. അപ്പോൾ 15 days സാലറി ഇവിടെ കാണേണ്ടത് 15,600 ഡിവൈഡഡ് ബൈ 26 ഇൻറ്റു 15. അതിൻ്റെ ആൻസർ 9,000 എന്ന് ലഭിക്കും. ഓക്കെ, 9,000 എന്ന് ലഭിക്കും.
ആ 9,000 ആണ് 15 ഡേയ്സ് സാലറി. ഇനി നമുക്ക് കാണേണ്ടത് എന്താ, 15 ഡേയ്സ് സാലറി ഫോർ ദ ഹോൾ കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസാണ്. ഇയാൾ 32 വർഷം ജോലി ചെയ്തല്ലോ, ആ 32 വർഷം. അപ്പോൾ ഹോൾ കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസിലെ 15 ഡേയ്സ് സാലറി കാണുമ്പോൾ 9,000 × 32 അങ്ങനെ ചെയ്യുമ്പോൾ 2,88,000 എന്ന് ലഭിക്കും. 2,88,000 എന്നുള്ള ഒരു ആൻസർ ലഭിക്കും. അതാണ് നമ്മുടെ പോയിൻ്റ് 1. നമ്മൾ കമ്പയർ ചെയ്യേണ്ട ഒന്നാമത്തെ എമൗണ്ട് അതാണ്. അപ്പോൾ നമുക്ക് 15 ഡേയ്സ് സാലറി എന്നുള്ള കാൽക്കുലേഷൻ ലഭിച്ചു കഴിഞ്ഞു. അതാണ് 2,88,000. ഓക്കെ, അതിലേക്ക് എങ്ങനെ എത്തി എന്നുള്ളത് മനസ്സിലാക്കുക. പിന്നെ 2 കാര്യങ്ങൾ ഓൾറെഡി ക്വസ്റ്റ്യനിൽ നേരിട്ട് തരുന്നതാണ്, റൂള് പഠിച്ചു പോകേണ്ടതാണ്. ഒന്നാമത്തത് നമ്മൾ കണ്ടു. രണ്ടാമത്തത് ആക്ച്വൽ എമൗണ്ട് ഓഫ് ഗ്രാറ്റുവിറ്റി റിസീവ്ഡ് ക്വസ്റ്റ്യനിലുണ്ട് 4,25,000. ഇയാൾക്ക് റിട്ടയർ ചെയ്യുന്ന സമയത്ത് ലഭിച്ച ആക്ച്വൽ എമൗണ്ട് ഓഫ് ഗ്രാറ്റുവിറ്റി 4,25,000 ആണ്. ഓക്കെ, അപ്പോൾ അതും എഴുതി വെക്കുക. അടുത്തത് ആക്ച്വൽ എമൗണ്ട് ഓഫ് ഗ്രാറ്റുവിറ്റി റിസീവ്ഡ് ₹4,25,000. ഇനി റൂളിൽ പറയുന്ന ഒരു സ്പെസിഫിക് എമൗണ്ട്, ഒരു ലിമിറ്റ് ഉണ്ട്, ₹20 lakhs. അതും എഴുതി വെക്കുക. വിച്ച് അവർ ഈസ് ലെസ്. ഇത് മൂന്നും കമ്പയർ ചെയ്യാം. ലീസ്റ്റ് എമൗണ്ട് വിൽ ബി എക്സംപ്റ്റഡ് ഫ്രം ടാക്സ്. വിച്ച് അവർ ഈസ് ലെസ്, ഏതാണോ ഏറ്റവും ചെറുത് അതിനെ ഒഴിവാക്കി കൊടുക്കും. അതാണ് എക്സംപ്റ്റഡ് എമൗണ്ട്. ക്വസ്റ്റ്യനിൽ ചോദിച്ചതും അതാണ്. എമൗണ്ട് ഓഫ് ഗ്രാറ്റുവിറ്റി എക്സംപ്റ്റഡ് എന്നാണ്. കാൽക്കുലേറ്റ് ദ എമൗണ്ട് ഓഫ് ഗ്രാറ്റുവിറ്റി എക്സംപ്റ്റഡ് എന്നാണ് ക്വസ്റ്റ്യനിലുള്ളത്. ഓക്കെ, എക്സംപ്റ്റഡ് കിട്ടിയാൽ ടാക്സബിൾ കാണാൻ എളുപ്പമാണ്, കാരണം എത്ര കിട്ടിയെന്ന് ക്വസ്റ്റ്യനിലുണ്ടല്ലോ. അപ്പോൾ ഇത് മൂന്നും കമ്പയർ ചെയ്യാം. 2,88,000 അതേപോലെ 4,25,000 20 lakhs. ഏതാ ചെറുത്? മൂന്നും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും ചെറുത് 2,88,000 ആണ്. നമ്മൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്ത് വെച്ച 15 ഡേയ്സ് സാലറിയാണ് ഏറ്റവും ചെറുത്, 2,88,000. അപ്പോൾ എക്സംപ്റ്റഡ് എമൗണ്ട് ഏതാണ്? എക്സംപ്റ്റഡ് എമൗണ്ട് ഈസ് ഈക്വൽ ടു 2,88,000. ഇനി വേണമെങ്കിൽ നമുക്ക് എന്തും കൂടെ ചെയ്യാം, ടാക്സബിൾ പോർഷൻ ഓഫ് ഗ്രാറ്റുവിറ്റിയും കൂടെ കണ്ടുവെക്കാം. ചില ക്വസ്റ്റ്യനിൽ അങ്ങനെ ഉണ്ടാവുക, കാൽക്കുലേറ്റ് ടാക്സബിൾ പോർഷൻ ഓഫ് ഗ്രാറ്റുവിറ്റി. അങ്ങനെയാകുമ്പോൾ ഒന്നുമില്ല, നമുക്ക് കിട്ടിയ എമൗണ്ട് ഉണ്ടല്ലോ, ഇയാൾക്ക് ലഭിച്ച എമൗണ്ട്, ആക്ച്വലി ഇയാൾ റിസീവ് ചെയ്ത ഗ്രാറ്റുവിറ്റി അത് 4,25,000 ആണ്. അതിൽ നിന്നും ഈ എക്സംപ്റ്റഡ് എമൗണ്ട് അങ്ങ് ലെസ് ചെയ്ത് കൊടുക്കുക. 2,88,000 ലെസ് ചെയ്താൽ 1,37,000 എന്ന് കിട്ടും. അതാണ് ടാക്സബിൾ പോർഷൻ ഓഫ് ഗ്രാറ്റുവിറ്റി. ഓക്കെ, അത്രയും സാലറിയിൽ ഇൻക്ലൂഡ് ആവും. ഇൻകം ഫ്രം സാലറി എന്ന ഹെഡ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഗ്രാറ്റുവിറ്റി 1,37,000 ആണ് അതിൽ ആഡ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ 4,25,000 ഗ്രാറ്റുവിറ്റി ഇയാൾക്ക് ലഭിച്ചെങ്കിലും 2,88,000 ലെസ് എന്താണ്, എക്സംപ്റ്റഡ് എമൗണ്ട് ആണ്. അത്രയും ഒഴിവാക്കി കൊടുക്കും. 1,37,000 മാത്രമേ ടാക്സ് കൊടുക്കേണ്ടതുള്ളൂ. ഓക്കെ, അതാണ് അതിൻ്റെ ലോജിക്ക്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യനും ആൻസറൊക്കെ നന്നായി ശ്രദ്ധിക്കുക, എങ്ങനെയാണ് വന്നത് നോക്കുക. ഇതുപോലെയുള്ള കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ ഇയാൾ കവേർഡ് അണ്ടർ ദ പേയ്മെൻറ്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് ആണ്. ഇനി വരും ക്വസ്റ്റ്യനിൽ നോട്ട് കവേർഡും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ക്വസ്റ്റ്യൻ്റെ സ്വഭാവം അനുസരിച്ച് വേണം ആൻസർ കൊടുക്കാൻ, റൂൾ അപ്ലൈ ചെയ്യാൻ. ഗവൺമെൻറ് എംപ്ലോയി ആണെങ്കിൽ ഒന്നുമില്ല, കാൽക്കുലേഷൻ്റെ യാതൊരു ആവശ്യമില്ല. അപ്പോൾ ക്വസ്റ്റ്യൻ ആദ്യം വായിച്ച് നോക്കണം. ഗവൺമെൻറ് എംപ്ലോയി ആണെങ്കിൽ എൻറ്റയർ എമൗണ്ട് ഓഫ് ഗ്രാറ്റുവിറ്റി റിസീവ്ഡ് വിൽ ബി എക്സംപ്റ്റഡ് ഫ്രം ടാക്സ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ നോക്കേണ്ടത് ഇയാൾ ഏത് ടൈപ്പാണ്, നേച്ചർ ഓഫ് ജോബ്. ഓക്കെ.